reference plane perpendicular to axis simple position. Okay. If the axis of a solid is perpendicular to any one of the reference planes, that solid is said to be in simple position. Okay. So simple position identify അതിന്റെ ഏത് വ്യൂ ആണ് നമ്മൾ ആദ്യം വരയ്ക്കുക? സിമ്പിൾ പൊസിഷനിൽ ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഏത് വ്യൂ ആണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്? The view in which we can see the true shape of end face. അതാണ് നമ്മൾ ആദ്യം വരയ്ക്കുക അല്ലേ? View in which we can see the true shape of end face. So when a solid, when a prism is perpendicular to HP, this axis perpendicular to HP, then the true shape of the end face we can see in the top view only. So we have to start with top view. Top view ആദ്യം വരയ്ക്കുക. Okay, from that we will project the front view. Okay. Also, if the axis is perpendicular to VP, okay, this is also a simple position. If the axis is perpendicular to VP, you have to start with the front view. Because front view ആണ് നിങ്ങൾക്ക് end face കാണുന്നത്. Okay, end face കാണുന്നത് front view ആണ്. Now, from the front view, you have to draw the top view, project the top view. Okay, so then after drawing the figure, you have to name it. Like naming എങ്ങനെയാണ് പറഞ്ഞത്? Naming also you should follow the same procedure. First, you have to name the view in which you can see the end face of the object. Okay, end face കാണുന്ന view ആണ് first name ചെയ്യേണ്ടത്. So ഇവിടെ ഞാൻ ആദ്യം top view ആണ് name ചെയ്തത് because in the top view you can see the true shape of the end face. Based on that, we will name front view. Okay, and if the axis is perpendicular to HP, you have to first draw the front view, and also you have to mark the naming. You have to provide the naming in the front view first. ആദ്യം front view name ചെയ്യുക, അതിനെ ബേസ് ചെയ്തിട്ട് top view name ചെയ്യുക. Okay, അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഞാനിത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് 3 പേരെ എനിക്ക് അയച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർ പെട്ടെന്ന് തന്നെ അയക്കണം കേട്ടോ. സോ നെക്സ്റ്റ് നമുക്ക് ആക്സിസ് ഇൻക്ലൈൻ ടു വൺ ഓഫ് ദ റെഫറൻസ് പ്ലെയിൻ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ ഓർത്തോഗ്രാഫിക് പൊസിഷൻ വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ സിമ്പിൾ പൊസിഷൻ ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ. നെക്സ്റ്റ് ആക്സിസ് ഇൻക്ലൈൻ ടു എനി വൺ ഓഫ് ദ റെഫറൻസ് പ്ലെയിൻ, ഇൻക്ലൈൻ ടു HP ഓർ ഇൻക്ലൈൻ ടു VP ആകുന്ന കേസിൽ ഹൗ ടു ഡ്രോ ദ ഓർത്തോഗ്രാഫിക് പൊസിഷൻ ഓഫ് എ പ്രിസം ഓർ പിരമിഡ്, അതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് തന്നെ പറയാം. റൈറ്റ് ഡൗൺ ദ ക്വസ്റ്റ്യൻ. Before that, it is highlighting as solids with axis inclined to one of the reference planes and parallel to the other. Solids with axis inclined to one of the reference planes and parallel to the other. Solids with axis inclined to one of the reference planes and parallel to the other. So, ഈ ഒരു ക്രിസം ഞാൻ ഇതുപോലെ ടിൽറ്റ് ചെയ്താൽ യു ക്യാൻ ഇമാജിൻ ദ ആക്സിസ് അല്ലേ? ഇപ്പോൾ ആക്സിന്റെ പൊസിഷൻ എങ്ങനെ ഉണ്ടാവുക? ആക്സിസ് ഇങ്ങനെയുള്ളത് ഇൻക്ലൈൻ ടു HP ആയിരിക്കുമല്ലോ, ആൻഡ് VP ആയിട്ട് വിത്ത് റെസ്പെക്ട് ടു VP ഇതിന് ഇൻക്ലിനേഷൻ ഉണ്ടാവും. ഞാൻ ഇതേ പൊസിഷൻ ജസ്റ്റ് ടിൽറ്റ് ചെയ്ത്, സോ ആക്സിസ് പാരലൽ ടു VP ആയിരിക്കും കേട്ടോ. പാരലൽ ടു VP ആയിരിക്കും. ഇൻക്ലൈൻ ടു VP ആണെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടി വരും? ഇങ്ങനെ ആക്കേണ്ടി വരും. ഓക്കെ, ഞാൻ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻ ആക്കുമ്പോൾ ചെയ്ത് ഓർമ്മയുണ്ടല്ലോ. ഫസ്റ്റ് ഇൻക്ലൈൻ ടു വൺ പ്ലെയിൻ ആകും, ദെൻ അതർ എൻഡ് കുറച്ചൊന്ന് മുമ്പിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നൗ ദിസ് ഇസ് ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP. സോ സെയിം പ്രൊസീജിയർ, സെയിം തിങ് ആണ് ഇവിടെ ഉള്ളത്. ബട്ട് നമ്മളെ ലൈനിന് പറഞ്ഞ പോലെ നമ്മളിവിടെ ആക്സിസ് ഇമാജിൻ ചെയ്യണം. ഓക്കെ, ഒബ്ജക്റ്റിന്റെ പ്രിസത്തിന്റെ ആക്സിസ് ഇമാജിൻ ചെയ്യാം. ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലൈൻ അല്ലേ? സോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് പോകുന്നത്. ഓക്കെ, now write down the question. Draw the projections of a hexagonal prism. Draw the projections of a hexagonal prism. Draw the projections of a hexagonal prism of base side 20 mm. Of base side 20 mm. Draw the projections of a hexagonal prism of base side 20 mm and axis length 50 mm. Base side 20 mm and axis length 50 mm. Axis length 50 mm
when it rests on the ground, when it rests on the ground, one of the edges of the base, when it rests on the ground on one of the edges of the base, when it rests on the ground on one of the edges of the base, and the axis inclined at and the axis inclined at 35 degree to the ground, and the axis inclined at 35 degree to the ground and parallel to the VP, and parallel to the VP. Okay. Question repeat again. Draw the projections of a hexagonal prism of base side 20 mm and axis length 50 mm when it rests on the ground on one of the edges of the base and the axis inclined at 35 degree to the ground and parallel to the VP. Okay. Question clear ആണല്ലോ? സോ ഇതാണ് ഒരു എക്സ്റ്റേണൽ പ്രിസം പറയാം അല്ലേ? ഇത് കംപ്ലീറ്റ് ക്ലോസ് അസ്യൂം ചെയ്യാം. ഓക്കെ. നൗ ദിസ് ഇസ് എക്സ്റ്റേണൽ പ്രിസം. ഇതെങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഇതിന്റെ ബേസ് 20 mm ആണ്. Axis length is 50 mm. So height is 50 mm. Okay. Then it is resting on the ground. So ground means ഇവിടെ HP ആണ് കേട്ടോ. നമ്മൾ HP horizontal plane ground എന്ന് ഇവിടെ നമുക്ക് പറയാം. So it is resting on the ground on one of the edges of the base. Okay. So ഇതിന്റെ ബേസ് എഡ്ജിൽ ഏതോ ഒന്നിലായിട്ടാണ് റെസ്റ്റ് ചെയ്യുന്നത്. സോ ദ 6 ബേസ് എഡ്ജസ്. ഓക്കെ. 6 base edges ഉണ്ട്, and it is resting on one of the base edges. Okay, ഏതോ ഒരു ബേസ് എഡ്ജിലാണ് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നത്. എച്ച് പി അല്ലെങ്കിൽ ഗ്രൗണ്ട് പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്നത്, ഗ്രൗണ്ടിൽ റെസ്റ്റ് ചെയ്യുന്നത്. And the axis inclined at 35 degree to the ground and parallel to the VP. So ആക്സിസ് ഇതിന്റെ മിഡിലൂടെ ആക്സിസ് പാസ് ചെയ്യുന്നുണ്ടാവും. Now this axis ഈ ഒരു പൊസിഷനിൽ ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി, ദാറ്റ് ഇസ് എ സിമ്പിൾ പൊസിഷൻ അല്ലേ? ബട്ട് എങ്ങനെയത് ലൈ ചെയ്യുന്നത് എങ്ങനെയാ? ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി ആണ്. ഓക്കെ. സോ ഇതുപോലെ ഇങ്ങനെ ആക്സിസ് പാസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. ആക്സിസ് ഇതിന്റെ മിഡിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. ദാറ്റ് ആക്സിസ് ഈസ് ഇൻക്ലൈൻ ടു എച്ച് പി. ഓക്കെ. ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് പാരലൽ ടു വി പി. ഓക്കെ. ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി ആണ് ക്വസ്റ്റനിൽ പറഞ്ഞുള്ളത്. ഓക്കെ. സോ ഈ ഒരു പൊസിഷൻ നമുക്ക് ഡയറക്റ്റ് ഓർത്തോഗ്രാഫിക് പൊസിഷൻ വരയ്ക്കാൻ പറ്റില്ല. യു നോ ദാറ്റ് ഇൻ ദിസ് പൊസിഷൻ ഫ്രണ്ട് വ്യൂ എങ്ങനെ ഉണ്ടാവുക? ഇതിന്റെ ഫ്രണ്ട് വ്യൂ യു ക്യാൻ സി ഇതിന്റെ പ്രൊജക്ഷൻ. നമ്മൾ ഇത് ഒരു ഷെയ്ഡ് നമ്മൾ ഇതിനെ ടോർച്ച് എടുത്തിട്ട് ഇതിന്റെ പ്രൊജക്ഷൻ വന്നാൽ എന്തായിരിക്കും ഫ്രണ്ട് വ്യൂ കിട്ടുക? ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഒരു ടോർച്ച് അടിക്കും, ഈ സൈഡിൽ നിന്ന് ടോർച്ച് അടിച്ചാൽ നമുക്ക് അതിന് കിട്ടുന്ന ഷെയ്ഡ് എന്തായിരിക്കും? ഒരു റെക്ടാംഗിൾ ആയിരിക്കില്ലേ? റെക്ടാംഗിൾ ആയിരിക്കുമല്ലോ. അതായത് പ്രിസത്തിന്റെ ഒക്കെ ഫ്രണ്ട് വ്യൂ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു റെക്ടാംഗിൾ ആയിരിക്കും. പിരമിഡിന്റെ ഒക്കെ ഫ്രണ്ട് വ്യൂ കിട്ടുന്നത് ഒരു ട്രയാംഗിൾ ആയിരിക്കും ഈ ഒരു പൊസിഷനിലാണെങ്കിൽ. ഓക്കെ. പിരമിഡിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ബി എ ട്രയാംഗിൾ. ഇവിടെ നോക്കാം, ദിസ് ഇസ് എ പിരമിഡ് അല്ലെ? ഇതിന്റെ ബൗണ്ടറി മാത്രം നോക്കാം നിങ്ങൾ. ബൗണ്ടറി ഓഫ് ദ പിരമിഡ് നോക്കാം, ട്രയാംഗിളിലെ കിട്ടുന്നത്. ഓക്കെ. ജസ്റ്റ് ബൗണ്ടറി നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ട്രയാംഗിൾ. പ്രിസം സിലിണ്ടർ ഒക്കെ ആണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ ഫ്രണ്ട് വ്യൂവിൽ വി ക്യാൻ സി എ റെക്ടാംഗിൾ. ബൗണ്ടറി വിൽ ബി എ റെക്ടാംഗിൾ. സോ വെൻ ഇറ്റ് ഈസ് ഇൻക്ലൈൻ ടു എച്ച് പി നമുക്ക് ആ റെക്ടാംഗിൾ കുറച്ച് ചേരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ. അത് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കിട്ടാം. ഇതിന്റെ കറസ്പോണ്ടിങ് ടോപ്പ്, ഇതിന്റെ ടോപ്പിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ടോപ്പിൽ ഈ ഒരു പൊസിഷനിൽ ഇനീഷ്യലി ഈ ഒരു പൊസിഷനിൽ ടോപ്പിൽ നിങ്ങൾക്ക് യു ക്യാൻ സി ഓൺലി വൺ എൻഡ് ഫേസ് വിച്ച് ഇസ് ദ ടോപ്പ് ഫേസ് അല്ലെ? യു ക്യാൻ സി ഓൺലി ദ ടോപ്പ് ഫേസ്, ദ ടോപ്പ്. നൗ ഇഫ് യു ആം ടിൽറ്റിംഗ് ദിസ് object, the axis inclined to HP ആക്കി പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇൻ ദ ടോപ്പ് വ്യൂ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ടോപ്പ് വ്യൂ
ഈ ഒരു ഫേസ് കാണാൻ പറ്റില്ലേ ഈ ഒരു പൊസിഷനിൽ? കാരണം ഇത് കുറച്ചൊന്ന് ചിൽറ്റ് ചെയ്താണെങ്കിലും ടോപ്പ് നോക്കി ഇത് കംപ്ലീറ്റ്ലി ഒരു റെഗുലർ ഹെക്സൺ ആയിട്ട് കാണാൻ പറ്റില്ലെങ്കിലും നമുക്ക് അതൊരു ഹെക്സഗണാണ്. ആ ഒരു ഇത് നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, റെഗുലർ ഹെക്സൺ ആയിട്ട് നമുക്ക് ടോപ്പിൽ കാണാൻ പറ്റില്ല ഈ ഒരു പൊസിഷനിൽ. പിന്നെ ഈ എൻ ഫേസ് പുറമെ വേറെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഫേസും ഇത് കാണാൻ പറ്റും. ഓക്കെ, അതായത് ഇത്രയും പോർഷൻ നമുക്ക് ടോപ്പിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ്, ഞാൻ പറഞ്ഞത് ഡയറക്റ്റ് വി കനോട്ട് draw the orthographic position at this position. So what we have to do is we have to make this position in simple position. We have to make this object in the simple position. അതായത് ആദ്യം നമ്മൾ ഇതിന്റെ സിമ്പിൾ പോർഷനെ അറേഞ്ച് ചെയ്തിട്ട് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ വരയ്ക്കണം. സോ അങ്ങനെയാണെങ്കിൽ എല്ലാ കേസിലും എങ്ങനെ സിമ്പിൾ പോർഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അതിനൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ സോളിഡ്സ് വിത്ത് ആക്സിസ് ഇൻക്ലൈൻ ടു വൺ പ്ലെയിൻ ഓൺലി ആണെങ്കിൽ ഏത് ആക്സിസ് ആണ് ഏത് പ്ലെയിനുമായിട്ടാണ് ആക്സിസ് ഇൻക്ലൈൻ ടു നോക്കുക. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആക്സിസ് ഇൻക്ലൈൻ ടു HP ആണ് അല്ലേ? സോ if the axis inclined to HP, simple position of the object will be axis perpendicular to HP. രണ്ട് ടൈപ്പിൽ സിമ്പിൾ പൊസിഷൻ ഉണ്ടാവും ഞാൻ പറഞ്ഞത്. ആക്സിസ് പെർപെൻഡിക്കുലർ ടു VP ആവാം, ആക്സിസ് പെർപെൻഡിക്കുലർ HP ആവാം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം നിങ്ങൾ ആദ്യം വരയ്ക്കേണ്ട പൊസിഷൻ. സോ അതിൻ്റെ അകത്ത് ഏത് സിമ്പിൾ പൊസിഷൻ ഐഡന്റിഫൈ ആണെങ്കിൽ ആക്സിസിന്റെ ഇംഗ്ലീഷ് നോക്കുക. ക്വസ്റ്റ്യനിൽ ആക്സിന്റെ ഇംഗ്ലീഷ് എങ്ങനെയാണ് പറഞ്ഞത്? ആക്സിസ് ഇൻക്ലൈൻ ടു HP ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആക്സിസ് ഇൻക്ലൈൻ ടു HP ആണ് പറഞ്ഞതെങ്കിൽ simple portion will be axis perpendicular to HP. Okay, correct മനസ്സിലാക്കുക. ആക്സിസ് ഇൻക്ലൈൻ ടു HP ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതെങ്കിൽ സിമ്പിൾ പോർഷൻ വിൽ ബി ആക്സിസ് പെർപെൻഡിക്കുലർ ടു HP. Okay, now in this position ഏത് വ്യൂ ആണ് ആദ്യം വരക്കേണ്ടത്? If the axis perpendicular to HP, you can say this is the simple portion or initial position. ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ. ഫൈനൽ പൊസിഷനിൽ നമ്മൾ ഇത് മാറ്റിയാണ് അത്ര. ഓക്കെ, അതിലേക്ക് നമ്മൾ ഇനി കൺവേർട്ട് ചെയ്യണം അത്രേ. സോ ഇനീഷ്യൽ പോർഷൻ ഓർ സിമ്പിൾ പോർഷൻ ഇതുപോലെയുള്ളത്. ആൻഡ് അറ്റ് ദിസ് പോർഷൻ നമുക്ക് ഏത് വ്യൂ ആയിരിക്കും ആദ്യം വരക്കേണ്ടത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് വ്യൂ ആദ്യം വരക്കേണ്ടത്? എൻ ഫേസ് കാണുന്ന വ്യൂ ആണ് ആദ്യം വരക്കേണ്ടത്. ഓക്കെ, എൻ ഫേസ് കാണുന്ന വ്യൂ ഇവിടെ ഏതാ? ഫ്രണ്ട് വ്യൂ ആണോ ടോപ്പ് വ്യൂ ആണോ? നിങ്ങൾ പറഞ്ഞ ഓർമ്മയില്ലേ? ഏത് വ്യൂലാണ് കാണാം എൻ ഫേസ്? ടോപ്പ് വ്യൂ. ഓക്കെ, സോ യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ദ ടോപ്പ് വ്യൂ. ഇപ്പോൾ ടോപ്പ് വ്യൂല് വരച്ചു തുടങ്ങണം. സോ ഞാൻ ആ സിമ്പിൾ പൊസിഷനിൽ ഒബ്ജക്റ്റ് വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് വരാനുള്ള സാധ്യതയുള്ളതാണ്. സോ ഡൗട്ട്സ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടാണ് അതിൻ്റെ അർത്ഥം. Okay, so I have drawn the top view of the Excel. Excel under top view വരച്ചിട്ടുണ്ട്. Excel ബുക്കിന്റെ ടോപ്പ് വ്യൂ വരച്ചിട്ടുണ്ട്. ഇത് വരച്ചാൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? എക്സാൻ അങ്ങനെ വരക്കുന്നുള്ളത് ഞാൻ പറയാം. ബട്ട് ഈ വരച്ചാൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തുകൊണ്ട് ഞാനിങ്ങനെ വരച്ചു? എനിക്ക് വേണമെങ്കിൽ തിരിച്ച് ഇതുപോലെ വരച്ചുകൂടെ? ഇത് ഓക്കെ അല്ലേ? ഇങ്ങനെ വരച്ചാലും ഓക്കെയാണ്. ബട്ട് നിങ്ങൾ ഇതുപോലെ വരച്ച് സ്റ്റാർട്ട് ചെയ്യണം ഈ ഒരു കേസിൽ. ഓക്കെ, അപ്പൊ അതിന്റെ റീസൺ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ. ഓക്കെ, സോ ഇത് റെസ്റ്റ് ചെയ്യുന്നത് ഒരു ബേസ് എഡ്ജിലാണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ഇത് ടിൽറ്റ് ചെയ്താൽ ഐ ക്യാൻ മേക്ക് ഇറ്റ് റെസ്റ്റിംഗ് ആസ് റെസ്റ്റിംഗ് ഓൺ എഡ്ജ്. ഒരു എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇത് ടിൽറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഈ ഒരു പൊസിഷൻ നിങ്ങൾക്ക് ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, അതായത് ഒരു എഡ്ജ് റൈറ്റ് എക്സ്ട്രീമിൽ എക്സ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന പോലെ ഉണ്ടാവും. ഓക്കെ, ഈ ഒരു പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നൗ
നമ്മൾ ഈ ഒരു പോസ്റ്റിലാണ് വെക്കുന്നതായിരിക്കും. ആ ഒരു പോസ്റ്റിൽ വെക്കുമ്പോൾ ഇങ്ങനെയല്ലേ ഉണ്ടാവാം, നോക്കാം. ഓക്കെ, അത് റൈറ്റ് എക്സ്ട്രീമിൽ ഒരു കോർണർ ആണ് വരുന്നത് അല്ലേ, ഒരു കോർണർ. ഞാൻ ഈ ഒരു പോസ്റ്റിൽ നിന്ന് ജസ്റ്റ് ഇതിന് ടിൽറ്റ് ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, ഇഫ് ഐ എം ടിൽറ്റിംഗ് ലൈക്ക് ദിസ്, ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും പറയാം. ഇത് എവിടെയായിരിക്കും റെസ്റ്റ് ചെയ്യുന്നുണ്ടാവും? ഇതേ പോസ്റ്റിൽ വെച്ചിട്ട് റൈറ്റ് എക്സ്ട്രീമിൽ ഞാനിപ്പോൾ ഇതുപോലെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇതുപോലെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഞാനിത് ടിൽറ്റ് ചെയ്യാൻ സമയത്ത് ഇത് എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക പറയാൻ പറ്റും? നമുക്ക് ആക്ച്വലി വേണ്ടത് ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിമ്പിൾ പോസ്റ്റിൽ നിന്ന് അടുത്ത പോസ്റ്റിലേക്ക് മാറണമെങ്കിൽ ഇതുപോലെ മാറ്റേണ്ടി വരും. ഓക്കെ, ഇതുപോലെ ടിൽറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഈ ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നത് ഇതുപോലെയാണ് നിങ്ങൾ ടോപ്പ് വ്യൂ വരച്ചെങ്കിൽ അപ്പോൾ അതിന്റെ ആക്ച്വൽ പൊസിഷൻ ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, അതായത് കോർണേഴ്സ്, ഒരു കോർണർ റൈറ്റ് എക്സ്ട്രീമിലും ഒരു കോർണർ ലെഫ്റ്റ് എക്സ്ട്രീമിലായിട്ട് വരുന്നതിൽ ഉണ്ടാവാം. സോ ഇങ്ങനെയുള്ളൊരു പൊസിഷനിൽ നമ്മൾ ഇതിനെ ടിൽറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് റെസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ ഒരു കോർണറിലായിരിക്കും, ബേസിലൊരു കോർണറിലായിരിക്കും. ഓക്കെ, കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ബേസിലൊരു കോർണറിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ബട്ട് ഇതുപോലെ വരച്ചാൽ ഓക്കെ നിങ്ങൾക്ക് ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് റെസ്റ്റ് ചെയ്യുന്നത് ഒരു എഡ്ജിലായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഒരു എഡ്ജിലായിട്ട് റെസ്റ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ടിൽറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരു എഡ്ജ് തന്നെ എച്ച് പിയിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ടിൽറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത് റെസ്റ്റിംഗ് കണ്ടീഷനാണ്. ഓക്കെ, ഓൺ വിച്ച് ദ ഒബ്ജക്റ്റ് ഈസ് റെസ്റ്റിംഗ്, ഓൺ എഡ്ജ് ഓർ കോർണർ, രണ്ട് കേസും വരാം. അതായത് പ്രിസം ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ദ കോർണേഴ്സ് ഓഫ് ദ ബേസ് എന്ന് പറയാം, അല്ലെങ്കിൽ വൺ ഓഫ് ദ ബേസ് എഡ്ജസ് എന്ന് പറയാം. ഓക്കെ, ക്വസ്റ്റ്യനിൽ സപ്പോസ് ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എ കോർണർ ഓഫ് ഇറ്റ്സ് ബേസ് എന്നാണ് പറഞ്ഞെങ്കിൽ യു ഹാവ് ടു ഡ്രോ ലൈക്ക് ദിസ്, ഇതുപോലെ വരയ്ക്കണം ടോപ്പ് വ്യൂവിൽ. ഓക്കെ, അത് റൈറ്റ് എക്സ്ട്രീമിൽ കോർണർ വരുന്ന വിധത്തിൽ വരയ്ക്കാം. ഓക്കെ, ആൻഡ് ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ദ ബേസ് എഡ്ജസ്, അങ്ങനെയാണ് റൈറ്റ് എക്സ്ട്രീമിൽ എഡ്ജ് വരണം, ഇതുപോലെ എക്സ്പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ബേസ് എഡ്ജ് വരണം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ മാത്രം ആലോചിച്ചാൽ മതി. എന്തൊക്കെയാണ് ഞാൻ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയാം. ഓക്കെ, ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് the inclination of the axis, to which plane the axis is inclined. Okay, if the axis is inclined to HP, then simple position will be axis perpendicular to HP, and if the axis is inclined to VP, simple position will be axis perpendicular to VP. Okay, and axis inclined to HP ആണെങ്കിൽ simple position axis perpendicular VP ആണെന്ന് പറഞ്ഞു, axis perpendicular HP ആണെന്ന് പറഞ്ഞു. And our position you have to start with top view, because in the top view only you can see the true shape of the object. Okay, അപ്പോൾ true shape top view ആണ് കാണുന്നത്. സോ ഹെക്സഗൺ top view ആണ് വരയ്ക്കേണ്ടത്. നൗ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഹെക്സഗൺ എങ്ങനെ വരയ്ക്കണം എന്നുള്ളതാണ്. ഇതുപോലെ വരയ്ക്കണോ, ഇതുപോലെ വരയ്ക്കണോ? ഓക്കെ, അതിന് നോക്കേണ്ട എന്താ, റെസ്റ്റിംഗ് ഓൺ വിച്ച് പാർട്ട്, ഒബ്ജക്റ്റ് എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എഡ്ജ് ഓഫ് ദ ബേസ്, യു ഹാവ് ടു ഡ്രോ ലൈക്ക് ദിസ്, ഒരു എഡ്ജ് റൈറ്റ് എക്സ്ട്രീമിൽ ഇതുപോലെ എക്സ്പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വിധത്തിൽ വരയ്ക്കണം. ഓക്കെ, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ കോർണർ, വൺ ഓഫ് ദ കോർണേഴ്സ് ഓഫ് ഇറ്റ്സ് ബേസ്, റൈറ്റ് എക്സ്ട്രീമിൽ കോർണർ വരുന്ന വിധത്തിൽ വരയ്ക്കണം. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. റൈറ്റ് എക്സ്ട്രീമിൽ കോർണർ വരാം, അല്ലെങ്കിൽ റൈറ്റ് എക്സ്ട്രീമിൽ എഡ്ജ് വരാം. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. നൗ ഇതെങ്ങനെ വരയ്ക്കാം? റൈറ്റ് എക്സ്ട്രീമിൽ എഡ്ജ് വരണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ലെഫ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലെഫ്റ്റിൽ ഒരു എഡ്ജ് വരയ്ക്കുക. ഈ എഡ്ജ് വരയ്ക്കുന്ന സമയത്ത് ഇതിന്റെ ലെങ്ത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ 20 mm ആണ്. സോ 20 mm യു ഹാവ് ടു ഡ്രോ പെർപെൻഡിക്കുലർ ടു ദ എക്സ്പ്ലെയിൻ, കറക്റ്റ് പെർപെൻഡിക്കുലർ ടു എക്സ്പ്ലെയിൻ ആയിട്ട് തന്നെ ഈ എഡ്ജ് വരയ്ക്കാം. ദെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദ അഡ്ജസന്റ് എഡ്ജസ് ഫോർ എ ഹെക്സഗൺ വിൽ ബി 120 ഡിഗ്രി. കേട്ടോ, 120 ഡിഗ്രി ആയിരിക്കും. ഹെക്സഗന്റെ കേസിൽ രണ്ട് എഡ്ജസിന് ഇടയിലുള്ള ആംഗിൾ ആണ് പറഞ്ഞത് 120 ഡിഗ്രി. ഓക്കെ, ഇനി ഇത് ആംഗിൾ എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. അതിന് മെത്തേഡ് ഉണ്ട്, പറയാം. ഇപ്പോൾ നോക്കാം, നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, ഈ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? 360 ആയിരിക്കില്ലേ?
the center നമ്മൾ നോക്കുകയാണെങ്കിൽ total angle will be 360 degree. Okay, ആ 360 നെ നമ്മളിവിടെ 6 equal parts ആക്കി. Okay, then what will be the angle of each section? ഇത്രയായിരിക്കും. ഇത്രയായിരിക്കും. ടോട്ടൽ കാണുന്നില്ലേ, ഞാൻ വരച്ചത് കാണുന്നില്ലേ, ഇതുപോലെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. നൗ നമ്മൾ ഇതിനെ 6 സെക്ഷൻ ആയിട്ട്, ഇത് ഓരോ സെക്ഷൻ ആയിട്ട് നോക്കുകയാണ്, 6 ഈക്വൽ സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഓരോ ആംഗിൾ എത്ര വരിക, 60 ഡിഗ്രി അല്ലേ, 60 into 6 അല്ലേ, 60 into 6 അല്ലേ 360. ഓക്കെ, സോ each section at the center will be 60 degree. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഈ റിമൈനിങ് ആംഗിൾ ഞാൻ ഈ ഒരു ട്രയാംഗിൾ മാത്രം കൺസിഡർ ചെയ്യാം, ഈ ഒരു ട്രയാംഗിൾ മാത്രം കൺസിഡർ ചെയ്യാം. ഈ ആംഗിൾസ് എത്ര വരും, ഇത് ടോട്ടൽ 180 വരണ്ടേ, 60 റിമൈനിങ് ഷുഡ് ബി 120 ഡിഗ്രി, ടോട്ടൽ വൺ ഷുഡ് ബി 120 ഡിഗ്രി അല്ലേ, ഈ രണ്ട് ആംഗിളും കൂടെ 120 ആയിരിക്കണം. ആൻഡ് ഓൾസോ യു ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ. ഐസോസെലസ് ആയിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം, ബിക്കോസ് എന്താ, ഈ ലൈനും സെയിം ലെങ്ത് ആയിരിക്കും. ഓക്കെ, ഈ ലൈനും അതുപോലെ ഈ ലൈനും സെയിം ലെങ്ത് ആയിരിക്കും. സോ ഇറ്റ്സ് ഐസോസെലസ് ട്രയാംഗിൾ. സോ അങ്ങനെയാണെങ്കിൽ ഐസോസെലസ് ട്രയാംഗിളിന്റെ ഈ സിമിലർ എഡ്ജിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും. സോ ദിസ് ഷുഡ് ബി ഈക്വൽ. ഓക്കെ, ബോത്ത് ദീസ് ഷുഡ് ബി ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഇത് 60 60 വെച്ച് വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ അടുത്ത ഈ ഭാഗത്ത് 60 വരും അല്ലേ, എല്ലാ ആംഗിൾസും ഇത് 60 വരും, ഇത് 60 വരും, ഇത് 60 വരും. അങ്ങനെ പോവുകയാണെങ്കിൽ ഈ രണ്ട് എഡ്ജിനടക്കുള്ള ആംഗിൾ ദിസ് വിൽ ബി 60 പ്ലസ് 60 120 ഡിഗ്രി. ഓക്കെ, angle between the two adjacent edges will be 120 degree. So to draw the hexagon like this, first you have to draw an edge perpendicular to the xy line. Okay, 20 mm വരച്ചു. Then protractor ഒരു പോയിന്റിൽ പ്ലേസ് ചെയ്യുക. Then 120 ഡിഗ്രി എടുത്തിട്ട് അടുത്ത എഡ്ജ് വരക്കുക. അതുപോലെ പ്രൊട്രാക്ടർ താഴെ പ്ലേസ് ചെയ്യുക, 120 ഡിഗ്രി എടുത്ത് അടുത്ത എഡ്ജ് വരക്കുക. അങ്ങനെ വരച്ചു പോവുക. ഓക്കെ, അപ്പൊ അതുപോലെ നമുക്ക് ഹെക്സഗൺ കംപ്ലീറ്റ് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ എഡ്ജ് വരയ്ക്കുന്ന സമയത്ത് കുറച്ച് താഴെ വരച്ചില്ലെങ്കിൽ നമ്മൾ 120 ഡിഗ്രി എടുത്ത് ഇത് മുകളിലേക്ക് വരയ്ക്കുമ്പോൾ ഈ പോയിന്റ്, ഈ കോർണർ എക്സ് ലൈനിനെ ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ കോർണർ എക്സ് ലൈനെ ടച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ, കോർണർ എക്സ് ലൈനെ ടച്ച് ചെയ്യാൻ പാടില്ല അൺലെസ് ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ലൈക്ക് ദാറ്റ്. അതായത് സപ്പോസ് ദ കോർണർ ഈസ് ടച്ചിങ് വി പി, കോർണർ വി പിക്ക് ടച്ച് ചെയ്തിട്ടാണെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഈ കോർണർ ഇവിടെ വരാൻ പാടുള്ളൂ, എക്സ് ലൈനിൽ ടച്ച് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഇത് വരച്ചു. നെക്സ്റ്റ് ഇതുപോലെ ആയിരുന്നു കണ്ടീഷൻ എങ്കിൽ നിങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, കോർണർ എക്സ്ട്രീം പൊസിഷനായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ എങ്ങനെ വരച്ചു തുടങ്ങും, കോർണർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാവുന്ന ബുദ്ധിമുട്ടാണ്. Then how will you start? How will you start? Parallel. Okay, അതായത് you can see that this edge is parallel to the xy line. So first edge 20 angle edge xy line parallel ആയിട്ട് വരക്കുക, then 120 ഡിഗ്രിയിൽ അടുത്ത എഡ്ജ് വരക്കുക, 120 ഡിഗ്രിയിൽ നെക്സ്റ്റ് എഡ്ജ് വരക്കുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തപോലെ finally you can see that you will get two corners like this, one on extreme left and one on extreme right. ഓക്കെ, അപ്പൊ ഇതുപോലെ കിട്ടണമെങ്കിൽ ഒരു എഡ്ജ് പാരലൽ ടു എക്സ് ലൈൻ ആയിട്ട് വരച്ച് തുടങ്ങണം. സോ അതിപ്പോൾ നമ്മുടെ കേസ് അതല്ല. സോ ഇതാണ് നമ്മുടെ പൊസിഷൻ. നൗ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ, യു ഹാവ് ടു ഡ്രോ ദ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ ഞാൻ പറഞ്ഞു, എക്സ്ട്രീം ലെഫ്റ്റ് നിന്നും എക്സ്ട്രീം റൈറ്റ് നിന്നുള്ള പോയിന്റ്സ് നേരെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യുക. ദെൻ ഹൈറ്റ് ഈസ് ഓൾസോ ഗിവൺ, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഗിവൺ ആസ് 50. സോ 50 mm നിങ്ങൾക്ക് ഇവിടുന്ന് ഇതിന്റെ ബൗണ്ടറി പ്രൊജക്ട് ചെയ്യാം. ഓക്കെ, 50 mm ബൗണ്ടറി പ്രൊജക്ട് ചെയ്തു. ഓക്കെ, ഇത് ബൗണ്ടറി ആണ്. നെക്സ്റ്റ് ഞാൻ ഇതിനകത്ത് നെയിമിംഗ് പ്രൊവൈഡ് ചെയ്യാണ്. ഓക്കെ, നെയിമിംഗ് പ്രൊവൈഡ് ചെയ്യാണ്. ടോപ്പ് വ്യൂ നോക്കുക. ലെറ്റ്സ് അസ്യൂം ദാറ്റ് ദ ടോപ്പ് ഫേസ് ഈസ് ABCDE, then base is PQRT. So ഞാൻ ഏറ്റവും ലെഫ്റ്റ് എക്സ്ട്രീം സ്റ്റാർട്ട് ചെയ്യാണ്. പോയിന്റ് ABCDE ആൻഡ് F. ഓക്കെ, ABCDEF ടോപ്പ് ഫേസ്. ബേസിന്റെ നെയിം PQRS എന്ന് അസ്യൂം ചെയ്യാണ്. സോ
ലെഫ്റ്റ് നിന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. പി ക്യു ആർ എസ് ടി യു. ഇത് ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാലോ? ബിക്കോസ് ദിസ് ഈസ് ദ ബേസ് കോർണേഴ്സ്. ഓക്കെ, ഇൻ ദ ടോപ്പ് വ്യൂ വി ക്യാൻ സീ ദ കോർണേഴ്സ്. അപ്പോൾ ഇവിടെ നോക്കാം, നെയിമിംഗ് കൊടുത്തത് എ ബി സി ഡി ഇ എഫ് ആൻഡ് ബേസ് പി ക്യു ആർ എസ് ടി യു. ഓക്കെ, അതിന്റെ ടോപ്പ് നോക്കുന്ന സമയത്ത് എ ബി സി ഡി മാത്രമേ വിസിബിൾ ആയിട്ടുള്ളൂ. അതാണ് ഇവിടെ മാർക്ക് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ്സ് നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാൻ പറ്റില്ലേ? എ ബി സി ഡി ഈ ലെവലിലായിരിക്കുമല്ലോ വരുന്നത്, ബിക്കോസ് എ ബി സി ഡി ഈസ് ദ ടോപ്പ് ഫേസ്. സോ എ ബി സി ഡി ഈ ഒരു പൊസിഷനിലേക്ക് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ എ വിൽ ബി ഹിയർ, എ ഡാഷ്, ആൻഡ് ബി നോക്കുക, നേരെ മുകളിലേക്ക് ഈ ലൈൻ പ്രൊജക്ട് ചെയ്താൽ മതി, ബി ഡാഷ്. ഓക്കെ, ഇത് നേരെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്താൽ ബി ഡാഷ്, ദെൻ സി ഡാഷ്. സോ എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ്, ദീസ് 3 പോയിന്റ്സ് യു ക്യാൻ സീ ഇൻ ദ ഫ്രണ്ട് വ്യൂ. ഞാൻ പറഞ്ഞത് എക്സ്പ്ലെയിൻ നിന്ന് എവേ ആയിട്ടുള്ള കോർണേഴ്സ് ഒക്കെ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആയി. സോ അതുപോലെ നമുക്ക് മാർക്ക് ചെയ്യാം. എ ബി സി വിസിബിൾ ആണ്, മാർക്ക് ചെയ്തു. ദെൻ അതിന് ബാക്കിലായിട്ട് എന്താ വരാം? മുകളിൽ എ ബി സി ഡി ഇ മാത്രമല്ലേ ഉണ്ടാവും. സോ സിന്റെ നേരെ ബാക്കിലായിട്ട് ഡി ഉണ്ട്. സോ ഡി വിൽ ബി ഇൻ ദ ബ്രാക്കറ്റ്സ് ഓഫ് സി. ദെൻ ബിന്റെ നേരെ ബാക്കിലായിട്ട് ഇ ഉണ്ടാവും, ഇ ഡാഷ്, ആൻഡ് എന്റെ ബാക്കിലായിട്ട് എഫ്. ഇവിടെ ഞാൻ എന്റെ ബാക്കിൽ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ യുവും പിയും ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. കാരണം എന്താ? ഇത് ടോപ്പ് ഫേസ് ആണ്. ടോപ്പ് ഫേസിൽ യുവും പി ഒന്നും വരില്ല. പി ക്യു ആർ എസ് ടി ഒക്കെ ബേസ് കോർണേഴ്സ് ആണ്. ഓക്കെ, ടോപ്പ് ഫേസിൽ എ ബി സി ഡി മാത്രമേ വരുള്ളൂ. നൗ സിമിലർലി ഞാൻ ബേസ് കോർണേഴ്സ് മാർക്ക് ചെയ്യാം. ദിസ് പോയിന്റ് വിൽ ബി പി. പി വിൽ ബി വിസിബിൾ. പി ക്യു ആർ വിൽ ബി വിസിബിൾ. സോ പി ഡാഷ് മാർക്ക് ചെയ്തു. ദെൻ ഹിയർ ക്യു ഡാഷ്, ദെൻ ആർ ഡാഷ്. ഇൻവിസിബിൾ കോർണേഴ്സ് ഏതൊക്കെയാണ്? ആറിന്റെ ബാക്കിലായിട്ട് എസ് ഉണ്ട്. സോ എസ് ഡാഷ്, ദെൻ ക്യൂന്റെ ബാക്കിലായിട്ട് ടി ഉണ്ടാവും. സോ ടി ഡാഷ്, ആൻഡ് പിന്റെ ബാക്കിലായിട്ട് യു, യു ഡാഷ്. ഓക്കെ, സോ ഇവിടെ നോക്കാം, പി ക്യു ആർ എസ് ടി യു ആണ് നെയിം കൊടുത്തത്. ഫ്രണ്ട് നോക്കുമ്പോൾ പി ക്യു ആർ വിസിബിൾ ആയിരിക്കും. ക്യു ആറിന്റെ ബാക്കിലായിട്ട് എസ് വരും. ഓക്കെ, ക്യൂവിന്റെ ബാക്കിലായിട്ട് ടി വരും, ആൻഡ് പിന്റെ ബാക്കിലായിട്ട് യു വരും. ഓക്കെ, ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ഫ്രണ്ട് വ്യൂവിൽ. ആൻഡ് ഇത് കംപ്ലീറ്റ് ആയോ? ഈ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, ഇവിടെ എന്താ റിമൈനിങ് ഉള്ള വരക്കാൻ ബാക്കിയുള്ള എന്താ? Can anyone say ഇവിടെ എന്താ മിസ്സിംഗ് ഇൻ ദ ഫ്രണ്ട് വ്യൂ? എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ? ഞാൻ ഇതിന്റെ ബൗണ്ടറി മാത്രമേ വരച്ചിട്ടുള്ളൂ ഫ്രണ്ട് വ്യൂവിന്റെ. ഓക്കെ, ഇവിടെ നോക്കുക, there is a vertical edge at the middle അല്ലെ? ഇവിടെ ഒരു vertical edge ഇല്ലേ? So that's a visible edge. So visible edges ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് തിക്ക് ലൈൻ വെച്ചിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, ഇത് ഓൾറെഡി പറഞ്ഞതാണ്. സോ വിസിബിൾ എഡ്ജ് ഷുഡ് ബി മാർക്ഡ് യൂസിങ് കണ്ടിന്യൂസ് തിക്ക് ലൈൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മിഡിൽ വരുന്ന എഡ്ജ് കൂടെ നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പൊ മിഡിൽ വരുന്ന എഡ്ജ് ഏതൊക്കെയാണ്? അതിന്റെ നെയിം എന്താ നോക്കുക, ക്യു ബി. ബി ക്യു എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ട് മിഡിൽ. സോ that you have to mark using continuous thick line. Now this is complete. Front view is complete. Okay, so this is the simple position, orthographic position of initial position of the object. Now നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? ആക്സിസ് inclined 35 degree to the ground and parallel to the VP എന്ന് പറഞ്ഞത്. Okay, axis inclined 35 degree to the ground. സോ ആക്സിസ് ഇൻക്ലൈൻ 35 ഡിഗ്രി ടു ദ ഗ്രൗണ്ട് ഓർ എച്ച് പി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഫ്രണ്ട് വ്യൂലല്ലേ ആംഗിൾ കാണാൻ പറ്റുക. ആക്സിസ് അസ്യൂം ചെയ്യാം, ഇതുപോലെയാണ് ആക്സിസ് ഉള്ളത് ഇനിഷ്യലി. നൗ ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി. സോ ഇൻ ദ ഫ്രണ്ട് വ്യൂ യു ക്യാൻ സീ ദ ആംഗിൾ. ഓക്കെ, ഇൻക്ലിനേഷൻ മെയ്ഡ് വിത്ത് എച്ച് പി നമുക്ക് ഫ്രണ്ട് വ്യൂലെ കാണാൻ പറ്റുക. സോ ഇനീഷ്യലി ഞാനിവിടെ ആക്സിസ് മാർക്ക് ചെയ്തിട്ടില്ല. ആക്സിസ് സപ്പോസ് നമുക്ക് ഇവിടെ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇൻ ദ ടോപ്പ് വ്യൂ നിങ്ങൾക്ക് ആക്സിസ് ഒരു പോയിന്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ബിക്കോസ് ദിസ് ഇസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. ആക്സിസ് പെർപെൻഡിക്കുലർ എച്ച് പി. സോ യു ക്യാൻ സീ ഓൺലി വൺ പോയിന്റ് ഇൻ ദ ടോപ്പ് വ്യൂ അല്ലെ? ടോപ്പിൽ ഒരു പോയിന്റ് മാത്രമേ കാണാൻ പറ്റൂ. അപ്പൊ ഞാൻ അതിനെ നെയിം ചെയ്യാം. അതിന്റെ ഒ എം എന്ന് നെയിം ചെയ്യാം കേട്ടോ. ഒ എം എന്ന് നെയിം ചെയ്യാം. സോ ഒ എം എന്ന് നെയിം ചെയ്യാണ്. ആക്സിസ് ടോപ്പ് പോയിന്റ് ഒ, ബേസ് എം. ഇവിടെ ഒ ഡാഷ്, ഇവിടെ എം ഡാഷ് വരും.
നമുക്ക് ആക്സിന്റെ പൊസിഷൻ ഇത് നേരെ മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്താൽ ഇതേ പൊസിഷനിലാണ് വരിക. ബട്ട് ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു എഡ്ജ് വരുന്നുണ്ട്. ആ എഡ്ജ് അവിടെ ബി ക്യൂ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ ഈ എഡ്ജിന് നേരെ ബാക്കിലായിട്ടായിരിക്കും ആക്സിസ് വരുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ആക്സിസ് ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആയിരിക്കില്ല. ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആക്സിസ് ഇമാജിനറി. അതുകൊണ്ട് ഈ എഡ്ജിന്റെ നേരെ ബാക്കിലായിട്ടാണ് ആക്സിസ് ഉണ്ടാവുക. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് നെയിം ചെയ്താൽ മാത്രം മതി. അതർവൈസ് ഇവിടെ എഡ്ജ് ഇല്ലായിരുന്നെങ്കിൽ യു ഹാവ് ടു മാർക്ക് ദ ആക്സിസ് യൂസിങ് ചെയിൻ ലൈൻ. ഓക്കെ, ഇവിടെ ഒരു എഡ്ജ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ ആക്സിസ് ചെയിൻ ലൈൻ വെച്ച് മാർക്ക് ചെയ്യേണ്ടി വരുമായിരുന്നു. ഇവിടെ അത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. Now in the second portion, axis inclined to HP ആണ്, 35 ഡിഗ്രി inclined to HP ആണ്. അപ്പോൾ ഇത് ഇവിടെയുള്ള ആക്സിസ് 35 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യണം. ആക്സിസ് 35 ഡിഗ്രി ഇൻക്ലൈൻഡ് ആകുമ്പോൾ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അതുപോലെ ഇൻക്ലൈൻഡ് ആവണ്ടേ. അപ്പോൾ ഒബ്ജക്റ്റിന്റെ അടുത്ത പൊസിഷൻ എങ്ങനെ ഉണ്ടാവുക? ഇതുപോലെ ഉണ്ടാവും. കാണുന്നുണ്ടല്ലോ, ആക്സിസ് ഇൻക്ലൈൻഡ് 35 ഡിഗ്രി ടു HP ആവുന്ന ആ ഒരു പൊസിഷനിൽ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് അതിനനുസരിച്ച് നമ്മൾ ടേൺ ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കാം, ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ബേസ് ഉണ്ടാവുക. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആക്സിസ് ഇതുപോലെ വരച്ചാൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ ബേസ് വരണം. സോ ദിസ് ആംഗിൾ ഷുഡ് ബി 90 ഡിഗ്രി. 90 ഡിഗ്രി ആണ്. ഇതുപോലെ എങ്ങനെ നിങ്ങൾക്ക് റീഡ്രോ ചെയ്യാൻ പറ്റും? റീഡ്രോ അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് വൺ ബേസ് എഡ്ജ് ഈസ് ടച്ചിങ് ദ എക്സ്പോ ലൈൻ. കാരണം ഒബ്ജക്റ്റ് റെസ്റ്റ് ചെയ്യുന്നത് ഒരു ബേസ് എഡ്ജിലാണ് അല്ലെ, ഒരു ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ബേസ് എഡ്ജ് HP ലായിട്ടാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് വ്യൂല് ആ ബേസ് എഡ്ജ് എവിടെ വരണം? നമ്മളൊരു പോയിന്റ് HP ലാണെങ്കിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ എക്സ് ലൈനിലേ വരാം, ഫ്രണ്ട് വ്യൂ എക്സ് ലൈനിലാണ് വരിക. സോ അതുപോലെ ഒരു എഡ്ജ് HP ലാണുള്ളതെങ്കിൽ നമുക്ക് ഫ്രണ്ട് വ്യൂല് ആ എഡ്ജ് എക്സ് ലൈനിൽ വരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ എഡ്ജ് ഇവിടെ ഏതായിരിക്കും? ആ റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ് ഏതായിരിക്കും പറയാൻ പറ്റുമോ? പ്ലീസ് കമന്റ്. ഞാനിവിടെ എല്ലാ നെയിമിംഗ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. Can you say, anyone say on which edge now this object will be resting? Yes, RS. ബാക്കിയുള്ളത് ക്ലിയർ ആയിട്ടുണ്ടോ? അതെന്തോ അങ്ങനെ പറഞ്ഞത്? ഓക്കെ, ഇവിടെ നോക്കാം, റൈറ്റ് എക്സിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് കാണാം അല്ലെ, ഈ പോയിന്റ് കാണാം. ഈ പോയിന്റ് ആക്ച്വലി എന്താ? ആ പോയിന്റ് നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ ഒരു പോയിന്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾക്ക് രണ്ട് നെയിം കാണാം, ആറും എസും. അതായത് ആക്ച്വലി അതൊരു ജസ്റ്റ് വൺ പോയിന്റ് മാത്രമല്ല, ഇറ്റ്സ് എൻ എഡ്ജ്. നമ്മൾ ഇവിടെ ഇതുപോലെ വെക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരു പോയിന്റേ കാണുള്ളൂ എങ്കിലും ഫ്രണ്ട് വ്യൂ ഒരു പോയിന്റേ കാണുള്ളൂ, അതിന്റെ നേരെ ബാക്കിലായിട്ട് വേറൊരു പോയിന്റ് കൂടി ഉണ്ട് അല്ലേ. സോ ഫ്രണ്ട് വ്യൂല് നമുക്ക് ഒരു പോയിന്റ് ആയിട്ട് കാണുന്നെങ്കിൽ ആക്ച്വലി അതൊരു എഡ്ജ് ആണ്. സോ ദാറ്റ് എഡ്ജ് ഈസ് ഗോയിങ് ടു ടച്ച് ദ എക്സ് ലൈൻ, ടച്ച് ദ HP, ബിക്കോസ് ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ ദ HP. ഈ ഒരു എഡ്ജിലാണ് HP റെസ്റ്റ് ചെയ്ത് വരുന്നത്. സോ നമ്മൾ റൈറ്റ് എക്സ്ട്രീമിൽ വരച്ചിട്ടുള്ള ആ എഡ്ജ്, ഓക്കെ, റൈറ്റ് എക്സ്ട്രീമിൽ ബേസിൽ വരുന്ന എഡ്ജ് ആയിരിക്കും നമുക്ക് ഇനി റെസ്റ്റ് ചെയ്യുന്നതിന് കിട്ടുക. സോ RS എന്ന് പറയുന്ന എഡ്ജാണ് ഇവിടെ ടച്ച് ചെയ്ത് വരിക. ഇത് റീഡ്രോ ചെയ്യുന്ന സമയത്ത് എല്ലാം പോയിന്റ്സും നമ്മൾ മാറ്റി വരയ്ക്കുന്ന സമയത്ത് ആറിന്റെ പൊസിഷൻ ഇവിടെ ആയിരിക്കും, R' ആൻഡ് S'. അതിന് R1' S1' ഇതുപോലെ നെയിം ചെയ്യണം കേട്ടോ. റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് R1' S1' എന്ന് റീനെയിം ചെയ്യണം. ഓക്കെ, ജസ്റ്റ് സഫിക്സ് 1 ഇടാം, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ട് എല്ലാ പോയിന്റ്സും നമുക്ക് ഇതുപോലെ മാറ്റി വരയ്ക്കണം, മാറ്റി നെയിം ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഇവിടെ മാറ്റി വരയ്ക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? 35 ഡിഗ്രിയിലെ ആക്സിസ് വരച്ചിട്ട് നമ്മൾ ഈ ഒബ്ജക്റ്റ് എങ്ങനെ നമുക്ക് അവിടെ വരയ്ക്കാൻ പറ്റാം? ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, ഈ പോയിന്റ് ഇവിടെ ടച്ച് ചെയ്യണം. സോ ആക്സിസ് എന്നുള്ള ഈ ഒരു ലെങ്ത് തന്നെ ആയിരിക്കണം ഇവിടെ വരേണ്ടത്. ഓൾസോ ഇവിടെ 90 ഡിഗ്രി ആംഗിൾ വരണം, ബേസ് ഇങ്ങനെ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആയിട്ട് വരണം. ഇങ്ങനെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. 35 ഡിഗ്രി ആദ്യം ആക്സിസ് വരിക, ദെൻ സ്കെയില് ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലേസ് ചെയ്യുക. ഓക്കെ, പെർപെൻഡിക്കുലർ പ്ലേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പോസ്റ്റിൽ കറക്റ്റ് നമുക്ക് ഈ ഡിസ്റ്റൻസ് തന്നെ ഇവിടെ ടച്ച് ചെയ്യുന്ന പോസ്റ്റിൽ കിട്ടിയാൽ നിങ്ങൾക്ക് അവിടെ വരക്കാം, എന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു മെത്തേഡാണ്. വേറെ മെത്തേഡ് ഉണ്ട് ഫോർ പ്രിസംസ്. പ്രിസത്തിന്റെ കേസിൽ പറഞ്ഞോ. കറണ്ട് പോയത് കൊണ്ടാണ് കേട്ടോ, കറണ്ട് പോയത് കൊണ്ടാണ്.
ഓക്കെ. ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ശരി. ഇപ്പോൾ 35 ഡിഗ്രിയിൽ നമ്മളൊരു ലൈൻ വരച്ചിട്ട് അത് ആക്സ് ഒരു ഓറിയന്റേഷൻ ഉള്ളത്. അപ്പോൾ അതിന്റെ ബേസിൽ നമുക്ക് അതിന് പെർപ്പനിക്കുലർ ആയിട്ട് ബേസ് വരയ്ക്കാം. അപ്പോൾ ബേസ് വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇതേ ലെങ്ത് തന്നെ, ഈ സെയിം ലെങ്ത് നമുക്ക് ഇവിടെ വരണം. അപ്പോൾ അതുപോലെ സ്കെയിൽ മൂവ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പോസ്റ്റിൽ കറക്റ്റ് ഇതേ ലെങ്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വരയ്ക്കാം. അല്ലെങ്കിൽ ഇൻ ദ കേസ് ഓഫ് പ്രിസംസ് യു ക്യാൻ സീ ദാറ്റ് ദീസ് എഡ്ജസ് ആർ പാരലൽ ടു ദ ആക്സിസ്. ഓക്കെ, ആക്സിസ് ഈ ഒരു ഓറിയന്റേഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് പാരലൽ ആയിട്ടാണ് എല്ലാ വെർട്ടിക്കൽ എഡ്ജസും ഉള്ളത്. സോ അങ്ങനെയാണെങ്കിൽ ഇത് 35 ഡിഗ്രി ആണെങ്കിൽ ദിസ് ഓൾസോ വിൽ ബി 35 ഡിഗ്രി അല്ലേ? ഇത് 35 ഡിഗ്രി ആണെങ്കിൽ ഈ എഡ്ജ് മേക്കുന്ന ആംഗിളും 35 ഡിഗ്രി ആയിരിക്കും. എന്താ സാറേ ഫുൾ ബ്ലറാ, ഒന്നും കാണുന്നില്ല. ബ്ലഡാവുന്നുണ്ടോ? ഓക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ആക്സിസ് 35 ഡിഗ്രി ഇംഗ്ലണ്ട് ആണെങ്കിൽ ഈ ഒരു എഡ്ജ് ആക്സിന് പാരലൽ ആയിട്ടാണ് ഈ വെർട്ടിക്കൽ എഡ്ജ് ഒക്കെ ഉള്ളത്. സോ ആ വെർട്ടിക്കൽ എഡ്ജ് ഒക്കെ 35 ഡിഗ്രി ഇംഗ്ലണ്ട് ആയിരിക്കും. സോ ഇനീഷ്യലി നമ്മൾ ആക്സ് വരക്കുന്നതിന് പകരം നമുക്കിത് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് യു ക്യാൻ മാർക്ക് ആർ എസ് ഹിയർ. ഓക്കെ, ഈ റൈറ്റ് സൈഡിലുള്ള പോയിന്റ് ആർ ആദ്യം മാർക്ക് ചെയ്യാം. ഓക്കെ, ദെൻ അവിടെ പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്തിട്ട് അവിടെ തന്നെ 35 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. 35 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്തിട്ട് ഈ എഡ്ജ് ദാറ്റ് ഇസ് ആർ സി അത് 35 ഡിഗ്രി ആദ്യം തന്നെ വരയ്ക്കാം. ഓക്കെ, ഇനി അതിനെ ബേസ് ചെയ്തിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ എഡ്ജസ് ഉള്ളത്. സോ അത് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കാം. അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് ഏറ്റവും ഫൈനലി മാത്രം നമുക്ക് ഈ ലൈന് വരച്ചിട്ട് അവിടെ ആക്സിസ് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ 35 ഡിഗ്രി ആംഗിൾ എന്നുള്ളത് ഇവിടെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ മാർക്ക് ചെയ്യാം. വരയ്ക്കാനുള്ള കൺവീനിയൻസിനാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു എഡ്ജ് ആദ്യം വരയ്ക്കാം. ഓക്കെ, സോ ഇത് 35 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, പാരലൽ ടു ദ ആക്സിസ് ആയതുകൊണ്ട്. സോ അങ്ങനെ വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതുവരെ വരക്കണം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക്. ഓക്കെ, എന്നാലും മറ്റൊരു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഒരു ടോപ്പിക് കൂടെ വരയ്ക്കാനുണ്ട്. സോ ഇതുവരെ നിങ്ങൾ വരച്ച് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, റെക്കോർഡ് വീഡിയോസ് കണ്ടിട്ട് ഇതുവരെ വരച്ച് കംപ്ലീറ്റ് ചെയ്യില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, എന്തായാലും വരക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഫൈനൽ പോർഷനിലുള്ള ടോപ്പിക്കാണ് വരയ്ക്കാനുള്ളത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എങ്ങനെയാണ് വരിക, ഏതൊക്കെയാണ് വിസിബിൾ ആവുക, ഏതൊക്കെ ഫേസ് വിസിബിൾ ആയിരിക്കും എന്നുള്ളത് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇത് കംപ്ലീറ്റ് ആയിരിക്കണം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ ഓക്കെ, താങ്ക് യു.